ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. കാലത്തന്നെ എണീറ്റ് കടപ്പുറത്തേക്ക് വന്നപ്പോൾ കാണുന്ന കാഴ്ച വല വളച്ച് മീൻ പിടിക്കുന്നൊരു കാഴ്ച. എന്തായാലും വീഡിയോയിലേക്ക് പോകാം നമ്മൾ. സുഹൃത്തുക്കളെ, അപ്പോൾ വല വളയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തലഭാഗം എടുത്ത് 2 പേര് കടലിൽ നിന്ന് കരയിലോട്ട് ഇറങ്ങുന്നു. ബാക്കിയുള്ള വലയുമായി വഞ്ചി കടലിലൂടെ വളച്ച് പോകുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ തലഭാഗം പിടിച്ചവർ കുറച്ച് പേര് ഇവിടെ നിൽക്കും. ബാക്കിയുള്ള വലയുമായി ഇങ്ങനെ കരയിലൂടെ റൗണ്ടായിട്ട് വളച്ച് പോകും. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും, എത്രയോ ദൂരം വരെ പോകും. അപ്പോൾ ആ കരയിൽ ആ വലയ്ക്കുള്ളിൽ ഒതുങ്ങി ആ സ്പേസിലുള്ള എല്ലാ മീനും നമ്മുടെ വലയുടെ അകത്താകും. അതാണ് ഇതിൻ്റെ പരിപാടി. ഏകദേശം ഒരു 10-12 പേര് അടങ്ങിയൊരു ടീമാണിത്. ചില സമയത്ത് നല്ല മീൻ കിട്ടും, ചില സമയത്ത് കുറച്ച് മോശമായിരിക്കും. എങ്കിലും പറ്റ മോശമാവില്ല, എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. എന്തായാലും അവർക്ക് ഒരു 2-3 മണിക്കൂർ പണിയെടുത്താൽ അവർക്ക് ചിലവിനുള്ള കാശ് കിട്ടും. ഇപ്പോൾ ഈ ഭാഗം അവരിവിടെ കൊടുത്ത് ഇതൊരു 4 പേര് പിടിച്ച് നിൽക്കുന്നുണ്ട്. ആ ഭാഗം ഇങ്ങനെ ഇട്ട് കറങ്ങി തിരിച്ച് ഒത്തിരി ദൂരത്തൂടെയാണ് അവർ പോകുന്നത്. ഇത് കിടക്കുന്നതാണ് വലയാണ് ഈ കാണുന്നത്. അങ്ങ് പോയി ചേരും. അങ്ങ് പോയി ഒരാളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അയാൾ അവിടെയും പിടിക്കും. അപ്പോൾ ഈ കാണുന്ന ഈ ഏരിയയിൽ കുടുങ്ങിയിരിക്കുന്ന ഉള്ളിലുള്ള മീനെല്ലാം ഇവരെ വലയിൽ കയറും. ഇതാണ്. ചില സമയങ്ങളിൽ മീൻ കൂട്ടത്തോടെ വരുന്നത് കാട്ടിയിട്ടാണ് അവർ വളക്കാറ്. അപ്പോൾ അവിടെ പോയി പിടിച്ചോട്ടോ. ഇനി ഇത് 2 സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും ഇങ്ങനെ പിടിച്ച് സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കും. അപ്പോൾ നമുക്ക് കാണാൻ ബാക്കി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവിടെ അവരും ഒരു 4-5 പേര് പിടിക്കുന്നുണ്ട്. അതേപോലെ ഇങ്ങ് കറങ്ങി ഈ സൈഡിൽ ഇവരും പിടിച്ചിട്ടുണ്ട്. പിടിച്ച് സെൻറ്ററിലോട്ട് ഒരുമിച്ച് കൊണ്ടുവരാറാണ് പതിവ്. അങ്ങനെ പിടിച്ച് 2 സൈഡിലും ഓരോ ഷീറ്റുണ്ട്. ആ ഷീറ്റിൽ വല ഇങ്ങനെ കൂട്ടി വെക്കാറാണ് പതിവ്. ഒടുവിൽ അവർ കൊണ്ടുവന്ന് വീണ്ടും വഞ്ചിയിലോട്ട് കയറ്റും. ഇപ്പോൾ ഏകദേശം 2 സൈഡിലെ ആൾക്കാരും അടുത്തടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതേ ഇങ്ങനെ കാണുന്നതാണ് വല. അപ്പോൾ ഇവരും ഇങ്ങോട്ട് അടുത്തടുത്ത് വരുന്നുണ്ട്. ഏകദേശം നമ്മുടെ ഈ കുട്ട വെച്ചിരിക്കുന്ന ഈ സെൻറ്റർ ഈ ഭാഗത്തായിട്ട് വരും. ഇത് അവരുടെ മീനെടുക്കാനുള്ള കുട്ടയാണ്. അപ്പോൾ അടുത്തടുത്ത് വരുന്നുണ്ട്. എന്തായാലും മീനുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് കാണുന്നത് പോലെ അത്ര എളുപ്പമല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് കഷ്ടപ്പാടുണ്ട് ഇത് വലിച്ചെടുക്കാൻ. കാരണം അത്രയും വലയും കടലിലിട്ട് ഇത് ഒരു ഭാഗം മണ്ണിൽ ടച്ച് ചെയ്യും, കടലിൽ താഴെ ടച്ച് ചെയ്യും. അപ്പോൾ വലിക്കുമ്പോൾ അത്രയും ഹെവി ആയിരിക്കും. ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ വലിച്ചെടുക്കുന്നു. 4 പേര് പിടിച്ചിട്ടും പതുക്കെ ഒരടി കയറി വരുന്നുള്ളൂ. ഇവരുടെ അവസ്ഥയും അത് തന്നെ. 2 സൈഡ് കുറച്ച് അധ്വാനമുണ്ട് ഇതിൻ്റെ ബാക്കിൽ. നിറയെ കടൽക്കാക്കകൾ വന്നിരിക്കുന്നുണ്ട് വലയുടെ പുറത്ത്. അത് കാണുന്നു. അവരും ഇതുപോലെ മീൻ പ്രതീക്ഷിച്ച് വന്നിരിക്കുന്നതാണ്. ഇപ്പം ഏകദേശം ചുരുങ്ങി അടുത്തെത്താറായിട്ടുണ്ട്. എന്തായാലും വളരെ പ്രതീക്ഷയിലാണ്. വലയിൽ ചെറിയ മീനൊക്കെ കാണുന്നുണ്ട് വലയിൽ. എന്തായാലും നോക്കാം. അങ്ങ് വലയുടെ അവസാന ഭാഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും നോക്കാം നമുക്ക്. ഇതാണ് മീനായി ആഗോൽ പരീക്ഷക്ക് പോണ്ടേ? പരീക്ഷക്ക് പോണില്ല. എഞ്ചിനീയർ ആവാനുള്ള മക്കളാണ്.
ഏട്ടനെ പിടിയടാ അനിയനെ പിടിച്ചു അവിടെ ഉണ്ട് എവിടെ അനിയനവിടെ ചോറ് മീനെന്ന് പറയാൻ പല ഐറ്റം മീനുകളാണ്. ആവോലി, നത്തോലി, അയില, മാലാൻ, കോര, പാര, പിന്നെ ചൂട, അങ്ങനെ പല ഐറ്റം മീനുകളാണ്. ഇതിൽ ജെല്ലി ഫിഷ് ഒരുപാടുണ്ട്. അപ്പോൾ അതിനെ പിറക്കി വേറെ ആക്കുകയാണ് അവർ, തിരഞ്ഞു വെച്ച് വേറെ ആക്കുകയാണ്. ഇത് കാണാൻ നിങ്ങൾക്ക് നല്ല പെടയ്ക്കുന്ന സൂപ്പർ മീനാണ്, നല്ല ഫ്രഷ് മീൻ. ഇതേപോലെ മാർക്കറ്റിൽ കൊണ്ടുപോയാൽ നല്ല പൊന്നും വില കിട്ടും അവർക്ക്. അപ്പോൾ അവർ വലിയ മീനും ചെറിയ മീനൊക്കെ തിരഞ്ഞ് വേറെ ആക്കുന്ന രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ വീസയ്ക്ക് ഒന്നും കിട്ടിയാലേ അടുത്തേക്ക് അപ്പോൾ ഏകദേശം അവരെ പണിയെല്ലാം കഴിഞ്ഞ് ചെറിയ മീൻ അവർ വേറെ ആക്കി, വലിയ മീൻ അതും വേറെ ആക്കി. ഇപ്പോൾ വഞ്ചിയിലോട്ട് വലയെ കയറ്റി ഇപ്പോൾ അവർ പോവാൻ സമയമായി. ഏറ്റവും ചെറിയ പൊടിമീൻ അവർ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്, വലിയ മീനും വേറെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ അവർ വലയെല്ലാം കയറ്റി കടലിലോട്ട് പോവുകയാണ്. കഴിഞ്ഞു. ഇനി അവർ വീണ്ടും ഇങ്ങനെ കരയിലൂടെ പോയി നോക്കി ഏത് ഭാഗത്താണോ നല്ല മീനുള്ളതെന്ന് പ്രതീക്ഷയുള്ളത് തോന്നുന്ന ഭാഗത്ത് ചില സമയത്ത് മീൻ കാണാനും പറ്റും. അപ്പോൾ അങ്ങനെ കരയിലൂടെ പോയി നോക്കി അവിടെ വല വളയ്ക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ വളച്ച വലയുടെ എല്ലാ പണി കഴിഞ്ഞ് അവർ വഞ്ചി കടലിലോട്ട് തള്ളി അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. പരുന്തും കടൽക്കാക്കകളൊക്കെ വന്ന് അവരെ വലയിൽ നിന്നും കൊഴിഞ്ഞു പോയ ചെറിയ ചെറിയ മീനുകളൊക്കെ കൊത്തിയെടുക്കുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, താങ്ക് യു.